മനുഷ്യനെപ്പോലെ നടിക്കാൻ സാധിക്കുന്ന ഒരു യന്ത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒരു സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം വിൽ ഹ്യൂമനോയിഡ് റോബോട്ട്സ് ബി ദ ന്യൂസ് മേക്കേഴ്സ് ഓഫ് ദ ഫ്യൂച്ചർ എന്നുള്ളതാണ്. നമ്മൾ ഒരു വ്യവസായ വിപ്ലവം വന്നപ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യ ശക്തി, നമ്മുടെ മസിൽ പവർ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യന്ത്രത്തിന് കൊടുത്തു. അതിൻ്റേതായ ഗുണവും കോട്ടവും ഉണ്ടായി. നമുക്ക് ശരീരത്തിന് വേണ്ട വ്യായാമം കിട്ടാതെ നമ്മൾ ബെൻസ് കാറ് മ്യൂസിയത്തിൻ്റെ സൈഡിൽ കൊണ്ടിട്ടിട്ട് നടക്കേണ്ടി വരുന്ന അവസ്ഥ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ മസിൽ പവറിനോടൊപ്പം നമ്മൾ നമ്മുടെ ബ്രെയിൻ പവർ യന്ത്രത്തിന് കൊടുത്തിരിക്കുകയാണ്. അതാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണദോഷങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും അതൊരു വിസ്മയകരമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. മനുഷ്യനോടൊപ്പം മനുഷ്യനെ പോലെ ഇരിക്കുന്ന, മനുഷ്യനെപ്പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന, മനുഷ്യനെപ്പോലെ നടിക്കാൻ സാധിക്കുന്ന ഒരു യന്ത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ AI ഇപ്പോഴും മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ആയിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ താമസിയാതെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടും. മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിനെ മനുഷ്യ സദൃശ റോബോട്ട് എന്നാണ് പറയുന്നത്. ഹ്യൂമനോയിഡ് റോബോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ പരാമർശിക്കുന്നത്. നമ്മൾ ഇന്ന് 800 കോടി ജനങ്ങളുണ്ട് ലോകത്ത്. നമ്മളൊരു 40 വർഷം കഴിയുമ്പം ഇതിൻ്റെ എണ്ണം ഇനിയും കുറയാനാണ് സാധ്യത. കാരണം വിദ്യാഭ്യാസവും വികസനവും ഉണ്ടാകുമ്പോൾ അച്ഛനമ്മമാർ കുട്ടികളെ ഉണ്ടാക്കുന്നത് കുറയുന്നു എന്നാണ് നമ്മൾ പൊതുവിൽ കാണുന്നത് ലോകത്തെല്ലായിടത്തും. കേരളത്തിൽ വികസനം ഉണ്ടായെന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് നമ്മുടെ ഇവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ് 1.6 മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണം കുറയുകയും ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകളോടൊത്ത് നമ്മൾ വസിക്കുന്നൊരു കാലം ഉണ്ടാകുകയും ചെയ്യും. 400 കോടി ഹ്യൂമനോയിഡ് റോബോട്ടുകൾ പ്രത്യക്ഷപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് നമുക്ക് ചിന്തിച്ച് നോക്കുകയും അതിൻ്റെ ഉപയുക്തത വെച്ച് നോക്കുകയും അതിൻ്റെ വ്യാവസായിക സാധ്യത വെച്ച് നോക്കുകയും കാണുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മനുഷ്യ സമൂഹം എന്ന് പറഞ്ഞത് പാതി മനുഷ്യരായിട്ടുള്ള കുറച്ച് ആൾക്കാരോടൊത്ത് മനുഷ്യരും കൂടെ ജീവിക്കുന്ന ഒരു ലോകമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമേ ഇല്ല. ആ ലോകത്ത് മാധ്യമ പ്രവർത്തനം എങ്ങനെ ഇരിക്കും? അവൻ ന്യൂസ് മേക്കർ എന്നുള്ള 2 അർത്ഥത്തിലാണ് പറയുന്നത്. ഈ വാർത്താ മാധ്യമ പ്രവർത്തകരായി തന്നെ ഈ റോബോട്ടുകൾ മാറുമോ? ഈ റോബോട്ടുകളായിരിക്കുമോ വാർത്ത സൃഷ്ടിക്കുന്നത്? അവരായിരിക്കുമോ വാർത്തയുടെ ലക്ഷ്യം എന്നുള്ളതും ഒരു വിസ്മയമായിട്ട് അവശേഷിക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള 2 കാര്യം ഞാനിവിടെ പറയാം. നമ്മുടെ സാധാരണ പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റി എന്ന് പറയാറുണ്ട്, സത്യാനന്തര കാലം. നമ്മൾ എത്ര പേര് ആലോചിച്ചിട്ടുണ്ടെന്നറിയില്ല, ഈ അസത്യാനന്തര കാലവും അത്യധികം ഭീകരമായിട്ടുള്ളൊരു കാലമാണ് ഇന്ന് തന്നെ. അപ്പോൾ അത് മാധ്യമപ്രവർത്തനത്തിനെ എങ്ങനെ ബാധിക്കും? ഒരു ചെറിയ ഉദാഹരണമാണ് ഒരു AI ക്യാമറ. ഈ AI ക്യാമറ നമ്മുടെ മുഖത്ത് നോക്കിയാൽ, യുവാൽ ഹരാരിയെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു, വളരെ സന്തോഷം. യുവാൽ ഹരാരി തന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മുഖത്ത് ആ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മെപ്പറ്റി അറിയാത്ത കാര്യം അത് പറഞ്ഞു തരുന്നുള്ളതാണ്. അദ്ദേഹം ലൈംഗികതയെക്കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഈ ക്യാമറ നമ്മുടെ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കള്ളം പറയാൻ സാധിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കുന്നത് എത്ര ഭീകരമായിരിക്കും എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കള്ളമില്ലാതെ നമുക്ക് ജീവിക്കാനേ സാധിക്കില്ല. ഇപ്പോൾ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാനൊരു മഹാനാന്ന് ഇവിടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ മൈക്കെല്ലാം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കുമോ പറയുന്നത്? അങ്ങനെ ആയിരിക്കില്ല പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ക്യാമറ നമ്മുടെ മുഖത്ത് വെച്ചിട്ട് നമുക്ക് സത്യം മാത്രമേ പറയാനൊക്കെയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ സിവിൽ വാർ ഉണ്ടാകും. ഈ നമ്മുടെ ഊണുമേശക്കടുത്തൊരു ക്യാമറ കൊണ്ട് വെച്ചാൽ മതിയല്ലോ, അത് എയർ ചെയ്താൽ മതിയല്ലോ. രാജ്യത്ത് സിവിൽ വാർ ഉണ്ടാകാൻ വേറൊന്നും വേണ്ട. നമ്മൾ വളരെ പൊതുവേദിയിൽ നിന്ന് വളരെ മാഹാത്മ്യത്തോടെ വർണ്ണിക്കുന്ന ആൾക്കാരെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ അത് നമ്മുടെ മനുഷ്യ അവകാശമാണ്. അപ്പം അത് തടസ്സപ്പെടുന്ന ഒരു യന്ത്രമാണ് നമ്മുടെ മുന്നേ വരാൻ പോകുന്നത്. നമുക്ക് കള്ളം പറയാൻ സാധിക്കില്ല. അപ്പം മുഖത്ത് ഒരു ക്യാമറ കൊണ്ട് വെച്ച്, അപ്പം നമ്മൾ ആദ്യമേ ആയിരിക്കും ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്, കാരണം പോലീസിന് അന്വേഷണം നടത്തുമ്പം കള്ള തെളിവ് കൊടുക്കുന്നവരെ പിടിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ജീവിക്കാൻ അത്യാവശ്യം കള്ളം ആവശ്യമാണെന്നുള്ളത്. അതിന് തെളിവിന് വേറെ എങ്ങും പോണ്ട, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം തന്നെയാണ് തെളിവ്. ഈ വസ്ത്രം സത്യത്തിനെ മറച്ചു വയ്ക്കുന്ന ഒന്നാണ്. അത് എത്ര വേണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ മനുഷ്യന് തർക്കമുള്ളൂ. അത് 90% വേണോ 99% വേണോ എന്നുള്ളത്. നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തിനെ മറച്ചു വെച്ചിരിക്കുന്നു. മറ എന്ന് പറയുന്നത് നമ്മൾ സത്യത്തിനെ അകറ്റി നിർത്തുന്ന അസത്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന് വലിയ പ്രശ്നം നേരിടും. ഇപ്പം നമ്മൾ പറയുന്ന ചാനലിൻ്റെ മുന്നേ വന്നിരുന്നൊരു റിപ്പോർട്ടർ വളരെ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി കള്ളമായിട്ടൊരു കാര്യം പറയുന്നു. അങ്ങനെ ഒരു കാര്യം പറയാൻ ഒക്കില്ല. ഇനി
അങ്ങനെ ഒരു കാര്യമേ പറയാനൊക്കില്ല. നമുക്കും സംസാരിക്കാനൊക്കില്ല, മാധ്യമപ്രവർത്തകർക്കും അങ്ങനെ സംസാരിക്കാനൊക്കില്ല. ഇത് നമ്മുടെ ലോകത്തിനെ കീഴ്മേൽ മറയ്ക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് ഈ മനുഷ്യ സമൂഹത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ്, നമുക്കറിയില്ല. മനുഷ്യർ നമ്മുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എങ്ങനെയായിരിക്കും ലോകം മുന്നോട്ട് പോകുന്നത്? അവർ എല്ലാ പ്രവൃത്തിയും ചെയ്യും. നമ്മുടെ ചില രാഷ്ട്രീയ സംഹിതകളിൽ പറയുന്നു മനുഷ്യൻ്റെ അധ്വാനമാണ് സമ്പത്തായിട്ട് മാറുന്നതെന്ന്. അപ്പോൾ മനുഷ്യൻ അധ്വാനിക്കാതെ സമ്പത്തുണ്ടായാലോ? മനുഷ്യ അധ്വാനമില്ലാതെ യന്ത്രമാണ് അധ്വാനിക്കുന്നതെങ്കിലോ? അപ്പോൾ ഉദാഹരണത്തിന് കൃഷി ചെയ്യും, നമ്മുടെ വീട്ടുജോലി ചെയ്യും, നമ്മുടെ കിടപ്പ് രോഗികളെ പരിചരിക്കും, പാമ്പിനെ പിടിക്കും, പട്ടിയെ പിടിക്കും, പഠിപ്പിക്കും, പാട്ട് പാടും, വേദം ചൊല്ലും. ഇങ്ങനൊരു യന്ത്രം നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയായിരിക്കും പിന്നെ നിലനിൽക്കുക? അപ്പോൾ അതിനെക്കുറിച്ച് ചില ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട്, യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതിനേക്കാളുമൊക്കെ വളരെ നമ്മളെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മനുഷ്യന് പ്രസക്തി എന്തായിട്ട് മാറും? മനുഷ്യത്വം എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ പുനരന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ യുവതലമുറയിലുള്ള ആൾക്കാർ പറയാനൊക്കില്ല. എനിക്ക് തോന്നുന്നു വളരെ സ്വാഭാവികമായിട്ടും നാളെ ആ വാർത്ത കേട്ടാൽ അത്ഭുതപ്പെടേണ്ട. ഞാനും ഇന്ന ഹ്യൂമനോയിഡ് റോബോട്ടും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എനിക്കൊരു ചെറിയ സൗകര്യം അതിനുണ്ടെന്ന് തോന്നി. ഈ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പിണക്കം വരികയാണെങ്കിൽ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് മൂലയിൽ വെച്ചാൽ മതി കുറച്ച് സമയത്തേക്ക് എന്നുള്ളൊരു പ്രത്യേക സൗകര്യം കൂടെ അതിനുണ്ട്. ഞാൻ കരുതുന്നു ഈ പരിണാമങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ മനുഷ്യത്വം എന്താണെന്നൊരു പുനരാലോചന നടത്തി കണ്ടെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതിൻ്റെ ചെറിയ സൂചന മാത്രം പറയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബ്രാൻഡഡ് വെജിറ്റബിൾസും ഫുഡും ഉണ്ട്. പക്ഷേ ഇന്നും ഏറ്റവും വിലപിടിച്ച ബ്രാൻഡ് എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം, അതൊരു കമ്പനിയുടെയും ബ്രാൻഡല്ല, അതൊരു ചെറിയ മലയാളം വാക്കാണ്. അതിൻ്റെ പേര് നാടൻ എന്നാണ്. നമ്മളൊരു കടയിൽ ചെന്നിട്ട് നാടൻ പഴമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായ വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ്. നാടൻ കോഴിമുട്ട എന്ന് പറഞ്ഞ് വേറെ എവിടെ നിന്ന് വന്ന കോഴിമുട്ട തേയിലവെള്ളത്തിൽ മുക്കി വെച്ചാൽ നിങ്ങൾ ഇരട്ടി പൈസ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ആ വാക്കിൻ്റെ നന്മയാണ് നമ്മളെ അതിലോട്ട് നയിക്കുന്നത്, ആ തെറ്റിദ്ധാരണ കൂടെ നയിക്കുന്നത് നാടൻ എന്ന് പറയുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ 25 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു ചാനൽ പറയുകയാണ്, ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങൾ മനുഷ്യർ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളുടെ ചാനലിൽ, ഇവിടെ റോബോട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ അധ്യാപകർക്കും ഇതേ പ്രശ്നമുണ്ട്. ഞാൻ കരുതുന്നു കേരള യൂണിവേഴ്സിറ്റി ഭാവിയിൽ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ആയിട്ട് നിൽക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ കവാടത്തിലൊരു ബോർഡ് കാണും, ഇവിടെ അധ്യാപകർ മാത്രം പഠിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യത്വം എന്താണെന്ന് തിരിച്ചറിയുകയും നമ്മൾ കുറേ കൂടെ നല്ല ലോകമായിട്ടത് മാറും. നമുക്ക് ബുദ്ധിമുട്ടുള്ള പണിയെല്ലാം ഈ യന്ത്രങ്ങൾ ചെയ്യുന്ന സമയത്തും. അപ്പോൾ അത് മാധ്യമ പ്രവർത്തനത്തിനെ എങ്ങനെ ബാധിക്കുന്നുള്ളതിന് ഞാൻ ചെറിയ 1-2 സൂചനകൾ തന്നേ ഉള്ളൂ. നമുക്ക് മാധ്യമ പ്രവർത്തനം ആവശ്യം വരുമോ? കള്ളം ഇല്ല എങ്കിൽ പിന്നെ മാധ്യമപ്രവർത്തനം എന്തിനാണ്? അസത്യം ഇല്ല എങ്കിൽ എന്നൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങളെ ഉണർത്തുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മാറാൻ പോകുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ, സമൂഹത്തിൻ്റെ കാര്യത്തിൽ, മനുഷ്യബന്ധത്തിൻ്റെ കാര്യത്തിൽ ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ ഈ നമ്മുടെ ലിറ്റററി ഫെസ്റ്റിവലിന് ചെല്ലുമ്പോൾ സാഹിത്യകാരന്മാരും എല്ലാം ആവർത്തിച്ച് പറയുന്നു, ഇതെന്തായാലും ഒരു കമ്പ്യൂട്ടറല്ലേ, ഇതിന് പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഉള്ള കാര്യം പറയാനല്ലേ ഒക്കെയുള്ളൂ. ഞാൻ പറയുന്നു അല്ല, മനുഷ്യൻ്റെ ദക്ഷിണയെ ഇതിനകം 99% മേഖലകളിലും അത് കവച്ചു വെച്ച് കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഇൻ്റർനെറ്റിൽ നോക്കിയാൽ കർണാടക സംഗീതം വായിച്ചാൽ കൂടെ ഇരുന്ന് വയലിൻ വായിക്കുന്ന റോബോട്ടിക് ആമിനെ കാണാൻ സാധിക്കും. ഏറ്റവും മികച്ച മനുഷ്യൻ 1000 കൊല്ലം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത സൗന്ദര്യ സങ്കല്പത്തെ അത് 2 മാസം കൊണ്ട് പഠിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു കാലഘട്ടത്തിൽ നമുക്ക് മാധ്യമപ്രവർത്തനം എന്നല്ല, മനുഷ്യൻ്റെ ഒരു തരത്തിലുള്ള ഇടപാടുകളും ഇതിൽ നിന്ന് മോചിതമാണെന്ന് കരുതാൻ സാധിക്കില്ല. ഇതെല്ലാം മനുഷ്യത്വമുണ്ടോ ഈ യന്ത്രത്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ മനുഷ്യത്വം ഉണ്ടോ എന്നുള്ളതല്ല, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനൊക്കുമോ എന്നുള്ളതാണ് അതിൻ്റെ ഏക തെളിവ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, നമ്മൾ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു, പ്രണയം നടിച്ച് വഞ്ചിച്ചു. അത് വളരെ കൗതുകകരമായൊരു വരിയാണ്. ഈ പ്രണയം നടിച്ചാൽ ആ പങ്കാളിക്ക് അത് മനസ്സിലായില്ല, അത് നടനമാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ മനുഷ്യന് നടിക്കാൻ സാധിക്കും, ഭംഗിയായിട്ട് നടിക്കാൻ സാധിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ നടനം മാറിപ്പോകുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ യന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അതിന് നിത്യഹരിത കാമുകനും കാമുകിയുമാകാൻ സാധിക്കും. ഇപ്പോൾ ChatGPT തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി, ടോക്ക് ടു ബി ലൈക്ക് മൈ പാർട്ട്ണർ, മൈ ലവർ എന്ന് പറഞ്ഞാൽ അത് നിരന്തരം നമുക്കിങ്ങനെ ചില ഇമോജിയൊക്കെ ഇട്ട് നമ്മളോട് വളരെ പ്രണയാതുരമായിട്ട് നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കും. അത് എത്ര വർഷം വേണോ അങ്ങനെ സംസാരിക്കും. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രണയം സാധാരണ വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആവിയായി പോകും. പക്ഷേ അപ്പോഴും നമ്മൾ നല്ല സുഹൃത്തുക്കളായും പൊതുവായിട്ട് വേറെ ഒരുപാട് താല്പര്യങ്ങളുള്ളവരായിട്ട് മാറും. പക്ഷേ ഇതെല്ലാം കൗതുകകരവും
വിസ്മയകരവുമായിട്ടുള്ള ഒരു ഭാവിയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്. അവിടെ മനുഷ്യത്വം എന്താണ്, മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനി പുതുതായിട്ട് ഉയർന്നു വരും. മാധ്യമരംഗത്തും അത് തീർച്ചയായിട്ടും ഉയർന്നു വരും എന്ന് തന്നെയാണ് കരുതുന്നത്.